ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് റിലേറ്റീവ്സ് ആർട്സ് ഇൻ ഡേറ്റീവ് കേസ്. റിലേറ്റീവ്സ് ആർട്സ് പൊതുവെ ഉപയോഗിക്കുന്നത് മോർ അട്രാക്റ്റീവായ കോംപ്ലക്സ് സെൻറ്റൻസ് ഫോം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇതിനായി ഉപയോഗിക്കുന്നത് റിലേറ്റീവ് പ്രോണോമൻ. റിലേറ്റീവ് പ്രോണോമൻ ഉപയോഗിച്ച് രണ്ട് സിമ്പിൾ സെൻറ്റൻസുകൾ കണക്ട് ചെയ്യുന്നു. റിലേറ്റീവ് പ്രോണോമൻ ഡേറ്റീവ് കേസിൽ ഉപയോഗിക്കുന്നത് മസ്കുലിൻ ഡം, ഫെമിനിൻ ഡർ, ന്യൂട്രൽ ഡം ആൻഡ് പ്ലൂറൽ ഡെനൻ. Now I explain this topic with the help of some suitable examples. First example, das ist der Mann, this is the man. Ich habe dem Mann geholfen, I helped the man. അപ്പോൾ ഇവിടെ ആദ്യത്തെ സെൻറ്റൻസിൻ്റെ മെയിൻ നൗൺ എന്ന് പറയുന്നത് ആദ്യത്തെ സെൻറ്റൻസിൻ്റെ മെയിൻ നൗൺ മൻ, സോ അതിൻ്റെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിച്ചിരിക്കുന്ന ഡർ. രണ്ടാമത്തെ സെൻറ്റൻസിൽ അത് ഡേറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് വന്നു, അതുകൊണ്ട് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഡർ എന്നത് ഡം ആയി. അതോടൊപ്പം തന്നെ ഇവിടെ ഹെൽഫൻ എന്ന് പറയുന്ന വെർബ് ഡേറ്റീവ് വെർബാണ്, അതുകൊണ്ട് ഇത് ഡേറ്റീവ് കേസിലേക്ക് മാറി. ഹെൽഫൻ്റെ തേർഡ് ഫോമാണ് ഗെഹോൽഫൻ. അപ്പോൾ നമ്മൾ ഈ രണ്ട് സെൻറ്റൻസ് കണക്ട് ചെയ്യുന്നു. ആദ്യത്തെ സെൻറ്റൻസ് അതുപോലെ തന്നെ എഴുതുന്നു, രണ്ടാമത്തെ സെൻറ്റൻസ് ഡം ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നു, വെർബ് ലാസ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു. Das ist der Mann, dem ich geholfen habe. This is the man whom I helped. രണ്ടാമത്തെ എക്സാമ്പിൾ, Dort steht die Frau, there stands the woman. Ich habe mit der Frau gesprochen, I spoke with the woman. അപ്പോൾ ഇവിടെ ആദ്യത്തെ സെൻറ്റൻസിൻ്റെ മെയിൻ നൗൺ ഫ്രൗ, അതിൻ്റെ ജെൻഡർ ഫെമിനിൻ ആണ്, അതുകൊണ്ടാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഡി ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ സെൻറ്റൻസിൽ ഫ്രൗ ആ സെൻറ്റൻസിലെ ഡേറ്റീവ് ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യുന്നു. അതിന് കാരണം മിത്ത് എന്ന് പറയുന്നത് ഡേറ്റീവ് പ്രൊപ്പോസിഷനാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് സെൻറ്റൻസുകൾ കണക്ട് ചെയ്യാൻ പോകുന്നു. ആദ്യത്തെ സെൻറ്റൻസ് അതുപോലെ തന്നെ എഴുതുന്നു, രണ്ടാമത്തെ സെൻറ്റൻസ് ഫ്രൗന് പകരമായി ഡർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നു. അവിടെ പ്രൊപ്പോസിഷൻ വന്നതുകൊണ്ട് റിലേറ്റീവ് പ്രോണോമനായ ഡറിന് മുമ്പായി മിത്ത് നമ്മൾ ഉപയോഗിക്കുന്നു. Dort steht die Frau, mit der ich gesprochen habe. There stands the woman with whom I spoke. അടുത്ത എക്സാമ്പിൾ, Dort sind die Freunde, there are the friends. Ich habe den Freunden Geschenke gegeben, I gave gifts to the friends. ഇവിടെ ആദ്യത്തെ സെൻറ്റൻസിലെ മെയിൻ നൗൺ ഫ്രോയിൻ്റെ, അത് പ്ലൂറലായിട്ടാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ സെൻറ്റൻസിൽ ഫ്രോയിൻ്റെ വന്നിരിക്കുന്നത് ഡെൻ ഫ്രോയിൻഡൻ, അത് ഡേറ്റീവ് കേസിലാണ് വന്നിരിക്കുന്നത്. ഗേബൻ എന്ന വെർബിൻ്റെ പ്രത്യേകത അത് ഡൈ ട്രാൻസിറ്റീവ് വെർബാണ്. അപ്പോൾ അവിടെ രണ്ട് ഒബ്ജക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഫ്രോയിൻഡൻ ആക്ട് ചെയ്യുന്ന ഡേറ്റീവ് കേസിലും ഗഷേങ്കെ ആക്ട് ചെയ്യുന്നത് അക്യൂസേറ്റീവ് കേസിലുമാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് സെൻറ്റൻസ് കണക്ട് ചെയ്യുന്നു. ആദ്യത്തെ സെൻറ്റൻസ് അതുപോലെ തന്നെ എഴുതുന്നു, രണ്ടാമത്തെ സെൻറ്റൻസ് ഡെനൻ ഉപയോഗിച്ച് നമ്മൾ കണക്ട് ചെയ്യുന്നു, വെർബ് ലാസ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു. Dort sind die Freunde, denen ich Geschenke gegeben habe. There are the friends to whom I gave gifts. ഇവിടെ ഡെനൻ ഉപയോഗിച്ചിരിക്കുന്നത് ബിക്കോസ് ഫ്രോയിൻ്റെ പ്ലൂറൽ ആയിട്ടാണ്. അപ്പോൾ പ്ലൂറൽ ആകുന്ന കേസിൽ റിലേറ്റീവ് പ്രോണൗണായി ഡെനൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത എക്സാമ്പിൾ, Das ist das Mädchen, this is the girl. Wir haben dem Mädchen ein Geschenk gekauft. We bought the girl a gift. ഇവിടെ ആദ്യത്തെ സെൻറ്റൻസിൻ്റെ മെയിൻ നൗൺ എന്ന് പറയുന്നത് മേഡ്ഷൻ ആണ്, അതിൻ്റെ ജെൻഡർ എന്ന് പറയുന്നത് ന്യൂട്രലാണ്, അതുകൊണ്ടാണ് അവിടെ ദസ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ സെൻറ്റൻസിൽ മേഡ്ഷൻ ആക്ട് ചെയ്യുന്നത് ഡേറ്റീവ് ആയിട്ടാണ്, അതുകൊണ്ടാണ് ദസ് മേഡ്ഷൻ എന്നത് ഡം മേഡ്ഷനായി മാറിയിരിക്കുന്നത്. അപ്പം ആദ്യത്തെ സെൻറ്റൻസ് നമ്മൾ അതുപോലെ തന്നെ എഴുതുന്നു, രണ്ടാമത്തെ സെൻറ്റൻസ് നമ്മൾ ഡം ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നു, വെർബ് ലാസ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു. Das ist das Mädchen, dem wir ein Geschenk gekauft haben. This is the girl for whom we bought a gift. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Thank you so much for watching this video.